ഹലോ കൂട്ടുകാരെ, ഇതെന്താന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? കല്ലുമ്മക്കായ്, കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ കല്ലുമ്മക്കായ് അഥവാ കടുക്ക. ഞങ്ങളിവിടെ കടുക്ക എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ഇത് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. ഇതിനി അത് തൊണ്ടോട് കൂടിയിട്ടുള്ള കടുക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എളുപ്പം നമുക്കിത് തൊണ്ട ഒഴിവാക്കി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് പുഴുങ്ങാം. ഒരല്പം വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ. നല്ല കടുക്കയായിരുന്നു, അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു, ഒത്തിരി ചളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകി ഒരുപാട് ചളിയൊക്കെ പോക്കി എന്നിട്ട് അതിന് ശേഷമാണ് പുഴുങ്ങാൻ വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനത് ഇഡ്ഡലി തട്ടിലാട്ടോ പുഴുങ്ങാൻ വേണ്ടി വെച്ചത്. അങ്ങനെ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളം, ഉപ്പ് ഇതൊക്കെയാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് ആയിട്ടുണ്ടായിരുന്നു, വേവായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആവട്ടോ, ഇത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആവുന്നതാണ്. പിന്നെ അത് തണുക്കാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് ഞാൻ വലിയ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്ന് വരും, അതിൻ്റെ കക്ക നന്നായിട്ട് തുറന്ന് വരും. ഇത് മുറമുണ്ടല്ലോ, നമ്മുടെ മുറത്തിലിട്ടിട്ട് നല്ലൊരു വീശിയാൽ തന്നെ ഇതൊന്ന് പോകും. പിന്നെ നമുക്ക് അത്ര ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ ഞാനത് എടുത്തു കേട്ടോ. അത് പിന്നെ ഉള്ളിൽ നിന്ന് നമ്മളത് എടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യും കേട്ടോ. അതായത് ഈ കടുക്കയുടെ ഉള്ളിൽ ചെറിയൊരു വേസ്റ്റുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടെടുക്കും. അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് എനിക്കത് ക്ലീൻ ചെയ്യാൻ പറ്റി. പക്ഷെ ചെറിയ കടുക്കയാണെങ്കിലൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ പിന്നെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഉള്ളി, 4 പച്ചമുളക്, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു കേട്ടോ. ചെറിയൊരു അമ്മിയിലിട്ടിട്ട് ഞാൻ ആദ്യം ചതച്ചു. അത് നമ്മുടെ ഓരോരുത്തരുടെ പാകത്തിന് എടുത്താൽ മതി. നിങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ലെവൽ തന്നെ എടുത്താൽ മതി. പച്ചമുളകും അതുപോലെ ഞാൻ ഇതിലിട്ടിട്ട് ചതയ്ക്കാണ് കേട്ടോ ചെയ്തത്. നന്നായിട്ട് ചതച്ചു. നന്നായിട്ട് ഇതിലൊക്കെ ഇട്ട് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാനത് ഉണ്ടാക്കാൻ വെച്ചത് നമ്മുടെ മൺചട്ടിയിലാണ്. വേറെ ഐറ്റംസ് ഒന്നും എടുത്തില്ല, നോൺ സ്റ്റിക്കൊന്നും എടുത്തില്ല. മൺചട്ടിയിലാണ് ഞാനത് ഉണ്ടാക്കാൻ വെച്ചത്. അങ്ങനെ മൺചട്ടി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഇട്ടു, അല്പം പെരുംജീരകം ഇട്ടു. അതിടുമ്പോൾ ഒരു വെറൈറ്റി, വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് ഞാൻ പെരുംജീരകം ഇട്ടത്. ഈ പെരുംജീരകം ഇട്ട് അത് ഒന്നും കൂടി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലേക്കൊരു വെളുത്തുള്ളി, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, നമുക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കുക. അതിൻ്റെ ആ കളറ് മാറുന്നത് വരെ, ആ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടത് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മരത്തിൻ്റെ തവി ഉണ്ടായിരുന്നില്ല കേസ്, അതുകൊണ്ട് ഞാൻ ഈ തവിയാണ് കേട്ടോ ഉപയോഗിച്ചത്. ഞാനത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച പച്ചമുളക് എടുക്കാം കേട്ടോ. എരിവ് ഒത്തിരി വേണ്ടവർക്ക് ഒത്തിരി ഒരു 7-8 മുളക് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളകാണ്. അപ്പോൾ ഞാനത് 4-5 മുളകെത്തി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് ഇതായതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള എടുത്തു കേട്ടോ. 3 സവാള എടുത്തപ്പോൾ എനിക്കത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ എക്സ്ട്രാ 2 കൂടി എടുത്തു കേട്ടോ. അങ്ങനെ 5 സവാളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ സവാള ഇട്ടിട്ട് അത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക, എല്ലാം ഒന്ന് മിക്സ് ആക്കണേ. ഞാനത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ്, പൊടിയുപ്പാണ് ഞാൻ എടുത്തത്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും ഒന്നും വിഷയമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ പൊടിയുപ്പായിരുന്നു കൊടുത്തത്. അപ്പോൾ ഞാൻ ഒരല്പം പൊടിയുപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഞാൻ ഇളക്കി കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ അത് നമുക്ക് ഒരു അല്പനേരം ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒന്നും കൂടി നോക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ടു കേട്ടോ. തക്കാളിയും കൂടി ഇട്ടു. തക്കാളി ഇട്ട് നന്നായിട്ടത് ഇതായി വന്നു കേട്ടോ. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടത് വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു. അത് ചില ആൾക്കാർക്ക് അത് നല്ല കുഴമ്പ് രൂപത്തിൽ ആണ് ഇഷ്ടം, ചില ആൾക്ക് കുറച്ച് കടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എന്തായാലും വഴറ്റാം. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഞാൻ. മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഒരല്പം മുളക് പൊടി ഇട്ടതിനും മഞ്ഞൾപ്പൊടി, പിന്നെ മസാല, അതായത് മല്ലിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത്. അങ്ങനെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടത് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക്
നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് നന്നായിട്ടത് ഗ്രേവിയൊക്കെ നല്ല തിക്നെസ്സായി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേണം. അപ്പോൾ അത് പ്രത്യേക ഒരു സ്മെല്ല് വരും. അങ്ങനെ ഇതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടണ വരെ നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കുക വേണം. അങ്ങനെ പിന്നെ അത് നല്ലൊരു മസാല പരുവത്തിലാവും. അപ്പോൾ പിന്നെ കറിവേപ്പില ഇടാം കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ട് നല്ല നാടൻ കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലാണല്ലോ അല്ലേ നാടൻ കറിവേപ്പിലയ്ക്ക്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ ഒരു പ്രത്യേക സ്മെല്ലാണ് കറിവേപ്പില. അപ്പം ഞാൻ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത്. അങ്ങനെ നല്ല നാടൻ കറിവേപ്പില ഇട്ടു. അതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് അത് വീണ്ടും നമ്മൾ അത് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അങ്ങനെ അത് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഗെയ്സ്. അങ്ങനെ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഇട്ട് അതിനിടയിൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ഇത് പുഴുങ്ങിയ വെള്ളം, ഇത് പുഴുങ്ങിയ കടുക്ക, ഇത് പുഴുങ്ങിയതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ആ ഒരു വെള്ളം, അത് പുഴുങ്ങിയ ഒരു വെള്ളം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കൂടി കുറച്ചും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടുക്ക എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും എല്ലാം ഇതിലേക്ക് ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് എന്തായാലും കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് അത് നന്നായിട്ട്, ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടില്ല, കാരണം വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഗ്രേവി അത്യാവശ്യം തിക്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മൂടി വെക്കുക, നമുക്ക് കുറച്ച് നേരം അത് മൂടി വെക്കുക. ഇനി അത് അവിടെ കിടന്ന് ഒന്നും കൂടി ഒന്ന് പിടിക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നോക്കി കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടുക്കയിലേക്ക് എല്ലാം കല്ലുമ്മക്കായ അതിലേക്ക് എല്ലാ മസാലകളും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തു കേട്ടോ. കുറച്ചും കൂടി എരിവാവാൻ തോന്നിയപ്പോൾ കുരുമുളക് പൊടി, നല്ല നാടൻ കുരുമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ആ കുരുമുളക് തന്നെ ഞാൻ ഇട്ടു കേട്ടോ. 2 ടീസ്പൂൺ ഇട്ടു. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം, ഉപ്പും മുളകും ഒക്കെ പാകമാണോ നോക്കാം. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഇതിന് എന്ത് ചെയ്തു, തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്ത് നല്ല, അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളത് കഴിക്കുന്ന സമയത്ത് ആ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേസ് അങ്ങനെ ഇതാക്കുന്നത്. അങ്ങനെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒന്നും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. വീണ്ടും ഞാനത് മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്തു. പിന്നെ അത് അവിടെ കുറച്ച് നേരം ഒന്നും കൂടി ആവി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി അത് അവിടെ തന്നെ നമ്മൾ ഗ്യാസുമ്മേൽ തന്നെ വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ ഒരു പ്രത്യേക ഒരു സ്മെല്ല്, ആ നല്ല കറിവേപ്പിലേൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്ന് കുറച്ച് നേരം അടച്ചു വെച്ചു. അങ്ങനെ പിന്നീട് അത് നമ്മൾ തുറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.